ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയണത് ഞാനൊരു 10th +2 ഈ ക്ലാസ്സുകളിലും അതേപോലെ ഡിഗ്രി എക്സാം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഞാൻ ചെറിയൊരു സ്റ്റോറി ആയിട്ട് പറയാം. ഞാനിങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മോട്ടിവേറ്ററും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ ഭയങ്കര വലിയ എവിടെ എത്തിയിട്ടുമില്ല. പക്ഷേങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വെച്ചാൽ എനിക്കുണ്ടായൊരു അനുഭവം, ഒരു സ്റ്റോറി പറഞ്ഞു തരാം. ഞാനൊരു ദിവസം എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. കൊണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി വന്ന്, അവളും ഞാൻ പോണ ബസ്സിൽ സെയിം കയറാനുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സംസാരിക്കും കയറിയിട്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു 10th ആണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 10th ആണ് ഞാൻ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂൾ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ പഠിക്കാൻ നല്ല രീതിയിൽ പറ്റണില്ല, മൈൻഡ് വരുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. എക്സാമിൻ്റെ ഭയം നല്ലോണം ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു, ഓക്കെ, 10th +2 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഭയങ്കര നിർണായകമായിട്ടുള്ളൊരു കാര്യം എന്നാണ് നമ്മളെ എല്ലാവരും പഠിപ്പിച്ച് വന്നിട്ടുള്ളത്. ശരിക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് 10th അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ നമുക്ക് നല്ലൊരു ഒരു സ്കൂളിൽ +1 +2 അഡ്മിഷൻ കിട്ടും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ, പ്രത്യേകിച്ച് 10th ഒക്കെ പറയുമ്പോൾ ഇനി +1 +2 ഇപ്പോൾ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ +1 തന്നെ കല്യാണം കഴിയുക അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ആയിരുന്നല്ലോ പെൺകുട്ടികളത്. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വന്നാണ് തോന്നുന്നു. കുട്ടികൾ കുറച്ചും കൂടെയൊക്കെ പഠിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിക്കണം. അപ്പോൾ ഒരു 10th എന്നൊക്കെ പറയണത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. നമ്മളെ ലൈഫ് നമ്മൾ വിചാരിക്കണ പോലെ എൻജോയ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഈ പഠിപ്പ് എന്നല്ലാതെ വേറൊന്നും നമുക്ക് ചിന്തിക്കാനില്ലല്ലോ. ആ ടൈം പറയണത് നമ്മളെ ലൈഫിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ്. നമുക്ക് ചിലപ്പോൾ അത് ഈ പഠിപ്പിൻ്റെ സ്ട്രെസ് കൊണ്ട് നമ്മൾ പലപ്പോഴും അത് പലർക്കും ആസ്വദിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചിരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നീ ആസ്വദിക്കണം. അതൊരു മറ്റുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ പറയണത്. നമുക്കൊരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അവരുടെ കൂടെ സംസാരിച്ചിരിക്കണം, സൊറ പറഞ്ഞിരിക്കണം, അങ്ങനത്തെ ആ രീതിയിലുള്ള എൻജോയ്മെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യണം. പിന്നീട് ആലോചിച്ച് കഴിഞ്ഞാൽ അത് അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു തോട്ട് നമുക്ക് വരരുത്. അപ്പോൾ അത് നീ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി എൻജോയ് ചെയ്തോണ്ടു. അത് പിന്നെ നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു റിഗ്രറ്റും തോന്നരുത്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ വീട്ടിലെത്തുമല്ലോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നീയാണ് തീരുമാനിക്കണം നീ എന്ത് ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ നീ മടി പിടിച്ചിരിക്കും, TV കണ്ടിരിക്കും, ചിലപ്പോൾ ഉറങ്ങും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ ആ ടൈം നീ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ആ ടൈം നീ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഭയങ്കര പഠിപ്പാവണമെന്നല്ല പറയണത്. ഇപ്പോൾ എക്സാം അടുപ്പിച്ച് നമുക്ക് സ്റ്റഡി ലീവ് കിട്ടും, അങ്ങനത്തെ ടൈമുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈമിൽ അന്നന്ന് പഠിക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എക്സാമിൻ്റെ ഒരു ടൈം ഉണ്ടാവില്ല. ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന സ്റ്റഡി ലീവ് മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറങ്ങാതിരുന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും പഠിക്കുക. പലർക്കും പല രീതിയിലാവും. ഇപ്പോൾ എനിക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇരുന്ന് പഠിക്കണ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എപ്പോഴാണോ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആ ടൈമൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സ്കൂൾ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അന്ന് അങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു, ഒന്നും ഇങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരരുത്. നമ്മൾ കണ്ട് എങ്ങനെയാണോ പറ്റുന്നത് നമ്മൾ ഇരുന്ന് പഠിക്കുക തന്നെ വേണം. പഠിച്ചെങ്കിൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. കാരണം അല്ലാതെ എല്ലാവരും പഠിച്ചിട്ട് തന്നെ കിട്ടണത്. അത് പലർക്കും പല കപ്പാസിറ്റി ആക്കണം. നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് പഠിക്കുക. അപ്പോൾ ചിലർക്ക് ഒരുപാട് നേരം പഠിച്ചാലേ ചിലത് തലയിൽ കയറുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് അത് ചെയ്യുക. ചിലർക്ക് പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ മാതിരി നമുക്ക് പിന്നീട് ആലോചിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടാനൊന്നുമില്ല. ഈ മാർക്കൊക്കെ പാടെ കിട്ടിയിട്ട് ഒന്നും ഓഹനില്ല. നമ്മൾ ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം അതിനനുസരിച്ചാണ് നമ്മളെ ലൈഫ് ആയി പോവുക. ഈ മാർക്കിലൊന്നും വലിയ കാര്യമല്ല. പക്ഷെ എങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തുള്ളൂ, നമുക്ക് പിന്നീട് അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും തോന്നാതിരുന്നാൽ മതി. നമ്മളെ പറ്റുന്ന മാതിരി പഠിക്കുക. മാർക്ക് കിട്ടൂല എന്നുള്ളതൊക്കെ വേറെ. അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇതിനെക്കാട്ടിലും മാർക്കുള്ള പലരും ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അത് നമ്മൾ പ്രയത്നിക്കുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണതിനും അതിനനുസരിച്ചാണ് നമ്മളെ ഭാവി കിടക്കുന്നത്. പിന്നെ ഞാനീ പറയുന്നത് വെച്ചാൽ നമ്മൾ +1 +2 10th അതേപോലെ കോളേജ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ടൈമിൽ നമ്മൾ മാക്സിമം
പഠിക്കുക. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ എത്തുമ്പോൾ ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ല മാർക്ക് ഉണ്ടാവും, എല്ലാ കളിക്കും നമ്മളുണ്ടാവും ചെയ്യും. അപ്പോൾ ഓളെല്ലാ കളിക്കും ഉണ്ടാവും, ലാസ്റ്റ് ഒക്കെ മാർക്ക് ഉണ്ടാവും എന്നുള്ളൊരു സംസാരം വരും. അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്. കാരണം നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ പഠിച്ചതിനുള്ള മാർക്ക് നമുക്ക് കിട്ടും ചെയ്തു. നമ്മൾ എന്നാൽ പഠിക്കുകയാണല്ലോ വിചാരിച്ചിട്ട് നമ്മൾ എൻജോയ്മെൻറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളെ കൊണ്ട് അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം കിട്ടും, പക്ഷേ ഈ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സാമിന് മാർക്കും കിട്ടും എന്ന് പറഞ്ഞ പെൺകുട്ടീൻ്റെ അടുത്ത്. ഞങ്ങൾ കുറേ നേരം അങ്ങനെ സംസാരിച്ചിട്ട് പിരിഞ്ഞ് ഞങ്ങൾ ഇൻസ്റ്റയിൽ അക്കൗണ്ട് അങ്ങോട്ട് ഷെയർ ചെയ്തേനു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കുട്ടി മെസ്സേജ് അയക്കണത്, താത്തങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഞാൻ പഠിച്ച് എനിക്ക് മാർക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു, മോഡൽ എക്സാമിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഇനി എന്തായാലും ഫൈനൽ എക്സാമിന് എനിക്ക് നന്നായിട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ പഠിക്കണം, അപ്പോൾ എനിക്ക് എന്തായാലും അതിന് മാർക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഫുൾ A+ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾക്ക് അങ്ങനെ പഠിക്കാൻ തോന്നിയല്ലോ, എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. അതായത് എനിക്കെന്തോ ഇപ്പോൾ ഈ 10th ഒക്കെ പഠിക്കുന്ന കുട്ടികളെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പലതിലും ഒന്നും ഒരു അന്തം കിട്ടാത്തൊരു പ്രായമാണ്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്താണ് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, അതേപോലെ തന്നെ കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ലൈഫ് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിലൊക്കെ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. എക്സാമാണ് വിചാരിച്ചിട്ട് പേടിച്ചിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, പഠിക്കന്നെ വേണം. പഠിക്കാതെ എന്തും ചെയ്യാൻ പറ്റില്ല, പഠിച്ചെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് ഈവനിങ്ങിൽ ഇരുന്ന് പഠിച്ചാലേ പറ്റുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയും, ഈ പെൺകുട്ടി ഏതായാലും ഇരുന്ന് പഠിക്കണമെന്ന്. പക്ഷേ ഞാൻ രാവിലെയും പഠിക്കലില്ല, രാത്രിയും പഠിക്കലില്ല. എനിക്ക് എക്സാം ആയി കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ ഉറക്കം വരും, രാവിലെ എണീക്കാനും വയ്ക്കില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് എനിക്ക്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയും, ഈ സമയത്ത് പഠിക്കാൻ പാടില്ല, ഈ സമയം കുറച്ചെങ്കിലും റിലാക്സ് ചെയ്യേണ്ട ടൈമാണ്. ഞാൻ ആ സമയത്ത് മാത്രമേ പഠിക്കണുള്ളൂ എന്നില്ല അവർക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഏത് ടൈമിൽ, ചില ആൾക്കാർക്ക് രാത്രി എത്ര നേരം വേണമെങ്കിലും ഉറക്കം വെച്ചിരുന്നിട്ട് പഠിക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റും. അപ്പോൾ ഏത് ടൈമാണോ നമുക്ക് ബെറ്റർ ആ ടൈമൊക്കെ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റണ മാതിരി പഠിക്കുക. എന്നിട്ട് പിന്നെ കിട്ടുമോ എന്നുള്ളത് വേറെ കാര്യം. നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഞാൻ അന്ന് അങ്ങനെ പഠിച്ചില്ലല്ലോ ഇങ്ങനെ പഠിച്ചില്ല എന്നുള്ളൊരു തോന്നൽ വരാതിരുന്നാൽ മാത്രം മതി. അത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക, ലൈഫ് നല്ല രീതിയിൽ സിമ്പിളായിട്ട് കാണുക. നമ്മൾ ഇപ്പോൾ പഠിച്ച് നല്ല വലിയ മാർക്ക് വാങ്ങിയാലേ സക്സസ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നമ്മളോടൊരു ആത്മാർത്ഥത ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ ലൈഫ് നല്ല അടിപൊളിയാണ്. നമ്മൾ വേറൊരാൾ എന്ത് തോന്നും, വേറൊരാൾ എന്ത് പറയുന്നുള്ള തോട്ടിന് നിൽക്കാതെ നമുക്ക് നമ്മളോടൊരു ആത്മാർത്ഥത ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ലൈഫ് നല്ല രീതിയിൽ പോകും. എക്സാം ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രേ സംസാരിക്കാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.